കഴിഞ്ഞ 2 മാസം മുമ്പേ ഈ സഹോദരി നമ്മുടെ ആലയത്തിൽ വന്നു. അന്ന് ഒരു ആലോചന പറഞ്ഞു, അടുത്ത സർവീസിന് അച്ഛന് നമ്മുടെ കൂട്ടത്തിൽ വന്നു. അന്ന് വരുമ്പോ അരമണിക്കൂർ നിൽക്കാൻ കഴിയത്തില്ലല്ലേ? അരമണിക്കൂർ തനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. നിന്ന ഉടനെ തല ചുറ്റും വീഴും. എത്ര ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു? 5 ഡോക്ടർമാർ. ഏകദേശം 5 ഡോക്ടർമാരെ കാണിച്ചു. ആ 5 ഡോക്ടേഴ്സും മെഡിസിൻ കൊടുത്തു. എന്നിട്ടും തന്റെ തല ചുറ്റല് എത്ര നാള് വീട്ടിൽ കിടന്നു? 1.5 മാസത്തോളം നമുക്ക് തല നൂന്ന് നിന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ജോലിക്ക് പോകാൻ പറ്റൂ, ജോലികൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പിതാവ് പറയുന്നത് എഴുന്നേറ്റ് നിൽക്കുമ്പോ തന്നെ താനെന്ത് ചെയ്യും? തല ചുറ്റും തല വീഴും. അന്ന് ആലയത്തിൽ വന്നു, പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. അന്ന് എന്തോ ദൂത് ആലോചന പറഞ്ഞേ? അടുത്ത 24 മണിക്കൂറിനകത്ത് ഇതിന്റെ അടയാളം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ആ തല ചുറ്റല് വന്നിട്ട് മനസ്സിലാവുന്നുണ്ട്. 5 ഡോക്ടേഴ്സ് ഏകദേശം 1.5 മാസത്തോളം മെഡിസിൻ കഴിച്ചിട്ട് മാറാത്ത സ്കാനിങ് ഒക്കെ ചെയ്ത് തന്നോ? അതിനകത്ത് എന്ത് ഡോക്ടേഴ്സ് പറയുന്നത്? എന്ത് ഇതിനകത്ത് രോഗമൊന്നുമില്ല. അവർ പറയുന്ന റിപ്പോർട്ടുകൾക്കകത്ത് രോഗമൊന്നുമില്ല, മെഡിസിൻ കഴിക്കുന്നുണ്ട്, എന്നിട്ടൊരു മാറ്റമില്ല. രോഗമില്ലാത്ത ഒരാൾക്ക് മെഡിസിൻ കൊടുക്കുന്നു, എന്നിട്ടും മാറ്റമില്ല. പക്ഷേ രോഗിയെ സൗഖ്യമാക്കി യേശുവിന്റെ കരം ഈ പിതാവിനെ തൊട്ടു. താൻ പൂർണ്ണ സൗഖ്യമാണ്. കർത്താവെ, ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നലകളിൽ ഇവരായിരുന്ന ശാരീരിക രോഗത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ വൈദ്യശാസ്ത്രത്തിന് മെഡിസിന് കഴിഞ്ഞില്ല. എന്നാൽ പ്രാർത്ഥനയിൽ കർത്താവിന്റെ കരം ഇവരെ തൊട്ടു. ഇന്ന് മകൻ സാക്ഷ്യത്തോടാണല്ലോ നിൽക്കുന്നത്. കർത്താവിന്റെ മഹത്വം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ തലമുറയുടെ മേൽ ജൂൺ മാസത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചതിനായി സ്തോത്രം.